അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ഫിഷ് കറി തയ്യാറാക്കിയാലോ? അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഫിഷ് സാലമൺ പറഞ്ഞൊരു ഫിഷിൻ്റെ തലക്കറിയാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 പച്ചമുളക്, 3 കാശ്മീരി മുളക്, അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, വേപ്പില, അതേപോലെ തന്നെ ഒരു 4 ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം പച്ചമുളകും കാശ്മീരി ചില്ലിയും ഇട്ട് കൊടുത്ത കാരണം കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക. വറുത്തെടുക്കരുത് കേട്ടോ, ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. കൂടുതൽ മൊരിഞ്ഞ പോലെ രൂപത്തിലാവരുത്. പെട്ടെന്ന് തന്നെ ഫ്രൈ പാനയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടിയിലൊന്നും പിടിക്കാണ്ട് തന്നെ വറുത്തെടുക്കാൻ പറ്റും. ഈ ചട്ടിയിലാകുമ്പോൾ കുറച്ച് കൈ എടുക്കാതെ തന്നെ വറുത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കറി. ഈ തല മാത്രമല്ല, അയിലാണെങ്കിലും വലിയ മീനൊക്കെ ആവൂലൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്ക്, എന്നിട്ട് കമൻറ്റ് പറയട്ടോ. അപ്പോൾ ഇതിലേക്ക് പച്ചമല്ലി, കാശ്മീരി ചില്ലി, 4 പച്ചമുളക്, അതേപോലെ തന്നെ തേങ്ങ, അരമുറി തേങ്ങ എടുത്തിട്ട് അതുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ വലിയ ജാറെടുത്തിട്ട് അതിലേക്ക് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടും കേട്ടോ. ഇതിലൊന്ന് ക്രഷ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ വലിയ ജാറിലിട്ടാൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ഒരു ഇത്തിരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഇഞ്ചി, അതേപോലെ തന്നെ ഇത്തിരി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതേപോലെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക, വേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അല്ല, മൂത്ത് വരുമ്പോൾ അരപ്പൊഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയെന്ന് വെച്ചെങ്കിൽ തേങ്ങയും മുളകൊക്കെ വെന്തിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. എപ്പോഴും കറി വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അതേപോലെ തന്നെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ട് കൊടുക്കുക, കുടംപുളി ഉണ്ടെങ്കിൽ കുടംപുളി ഇട്ട് കൊടുക്കുക. ഞാനിന്ന് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ തേങ്ങ അരച്ചതിലേക്ക് കൂടുതൽ മാങ്ങ ഇട്ട് വെക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു മതിരിപ്പാണ് കറിക്ക്. കുടംപുളി ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. മാങ്ങൊക്കെ ആണെങ്കിൽ ഒരു 2 കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കറി ഒരു മധുരമാവും കറിക്ക്, കൂടുതൽ എരിവ് കിട്ടില്ല. എന്നിട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഞാൻ അരപ്പ് ഒരു വിധം വെന്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് ചീനമുളക് എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കറിക്കൊരു മണം കിട്ടും, നല്ല ടേസ്റ്റുമാണ്. ഇത്തിരി ചീനമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചതച്ചിട്ട് ഉരലിലിട്ട് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒക്കെ വറ്റി വന്നിട്ടുണ്ട്. കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി വറ്റിച്ചെടുക്കണം, അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീനിൻ്റെ തല. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കറി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയണുണ്ടാവും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഏത് മീൻ കിട്ടിയാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ലാസ്റ്റ് കുറച്ച് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല, വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും.